ഹായ്, ഏറെ രസകരമായ ഒരു ജാക്കി ചാൻ ചലച്ചിത്രം ദി അൺഎക്സ്പെക്ടഡ് ഫാമിലി. രക്തബന്ധങ്ങൾക്കപ്പുറം ചില ബന്ധങ്ങളെങ്കിലും മനുഷ്യരെ അത്ഭുതപ്പെടുത്താറുണ്ട്. അത്തരം ചില ബന്ധങ്ങളുടെ കഥയാണ് രസകരമായ ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ജാക്കി ചാൻ പ്രധാന കഥാപാത്രമായി എത്തിയ ഈ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ചൈനയിലെ വുഹാൻ നഗരത്തിലെ വളരെ പഴക്കമേറിയതും ജീർണിച്ചതുമായ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന റെൻ എന്ന പേരുള്ള ഒരു വൃദ്ധനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജീവിതത്തിന്റെ അവസാന നാളുകൾ എണ്ണിക്കഴിയുന്ന അദ്ദേഹം അന്നും പതിവ് പോലെ പുലർച്ചെ എഴുന്നേറ്റു പല്ല് തേക്കാൻ തുടങ്ങി. പല്ല് തേക്കുന്നതിനിടയിൽ ചില വാക്കുകൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. താനത് മറന്നിട്ടില്ല, താനിപ്പോഴും അത് ഓർക്കുന്നുണ്ട് എന്നുറപ്പുവരുത്തുകയായിരുന്നു അദ്ദേഹം. പിന്നാലെ അദ്ദേഹം എങ്ങോട്ടേക്കോ പുറപ്പെടാൻ തയ്യാറെടുത്ത് പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങിയപ്പോഴാണ് തന്റെ ബാഗ് എടുക്കാൻ മറന്നു എന്ന് ചിന്തിച്ചത്. നേരെ അകത്തേക്ക് പോയി ആ ബാഗ് എടുത്തു തിരികെ വന്നു. പക്ഷേ ആ ധൃതിയിൽ വാതിൽ പൂട്ടാൻ അദ്ദേഹം മറന്നു. താക്കോൽ വാതിൽക്കൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതും ജിൻ എന്ന സ്ത്രീ അദ്ദേഹത്തെ കണ്ടു. ജിൻ അദ്ദേഹത്തിനടുത്തേക്ക് ഓടി വന്നു. ആശുപത്രിയിലേക്കാണോ പോകുന്നത് എന്ന് ജിൻ ചോദിച്ചു. റെന്നിൽ നിന്ന് മദ്യത്തിന്റെ വാസന വരുന്നുണ്ട്, ഇന്നും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ജിൻ ആശുപത്രിയിലേക്കാണ് പോകുന്നതെങ്കിൽ താനും കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് റെൻ നേരെ തന്റെ സൈക്കിൾ എടുത്ത് പോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ പഴയ കരുത്തിന്റെ ഒരു ദൃശ്യം വ്യക്തമായി. ഒരു പെൺകുട്ടിയെ സഹായിക്കാൻ അദ്ദേഹം വെള്ളം നിറഞ്ഞ വലിയ ജാറുകൾ ഉയർത്തി അവളുടെ വീട് വരെ എത്തിച്ചു കൊടുത്തു. മുന്നോട്ട് പോയപ്പോ ഒരു പഴയ സുഹൃത്തിന്റെ ഭാരമേറിയ ഗ്യാസ് സിലിണ്ടർ എളുപ്പത്തിൽ പൊക്കിയെടുത്ത് നൽകി. സുഹൃത്ത് അത് കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ നിനക്കിപ്പോഴും ഗോതയിലിറങ്ങാമല്ലോ. റെൻ ഒന്നും മിണ്ടിയില്ല. ഒരു ആഴമേറിയ മൗനത്തോടെ മുന്നോട്ട് സൈക്കിളുമായി നീങ്ങി. കഥ അവിടെ നിന്നും മറ്റൊരു യുവാവിലേക്ക് തിരിയുന്നു. വുഹാൻ എന്ന ആ നഗരത്തിലേക്ക് വരികയായിരുന്ന വുഫാൻ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. യാത്രയിലായിരുന്ന വുഫാന് തന്റെ ആന്റിയുടെ ഫോൺ കോൾ വന്നു. നീ ഇതെവിടെ പോയി തൊല്ലണടാ, ആ കിളവ് ചത്ത ശേഷം നിന്നെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ എന്ന തരത്തിലായിരുന്നു അവർ സംസാരിച്ചു തുടങ്ങിയത്. വുഫാൻ പറഞ്ഞു, ആന്റി വായി തോന്നുന്നത് എന്തും പറയരുത്, മുത്തശ്ശിയെ അപമാനിക്കാൻ ചെയ്യരുത്. മുത്തശ്ശിയുടെ ചിതാഭസ്മം എന്റെ കയ്യിലുണ്ട്. മുത്തശ്ശി മരിക്കുന്നതിന് മുമ്പ് മുത്തശ്ശിയുടെ ചിതാഭസ്മം മുത്തശ്ശിയുടെ സ്വന്തം നാട്ടിൽ ഒരു കല്ലറ വാങ്ങി നിമഞ്ജനം ചെയ്യണം എന്നെന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ അതിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എനിക്കൊരു ജോലി പോലും കിട്ടിയില്ല. ഞാൻ ഈ നഗരത്തിൽ എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ച് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അതും പറഞ്ഞ് വുഫാൻ ഫോൺ കട്ട് ചെയ്തു. മറുഭാഗത്ത് റെൻ ആകട്ടെ ഒരു ക്ലിനിക്കിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ ചെക്കപ്പിനായി റെൻ ഇരിക്കുകയാണ്. ഡോക്ടർ റെന്നിന്റെ ഓർമ്മശക്തി പരിശോധിക്കാൻ തുടങ്ങി. ആദ്യം ചില അടിസ്ഥാന ചോദ്യങ്ങൾ ചോദിച്ചു. ദിവസം, തീയതി, കൂടാതെ ഗണിതത്തിലെ ചില ലളിതമായ കൂട്ടലും കുറയ്ക്കലും. റെൻ അതിനൊക്കെ പെട്ടെന്ന് തന്നെ മറുപടി നൽകി. പിന്നീട് ഡോക്ടർ താൻ ഓർത്തുവെക്കാൻ പറഞ്ഞു വിട്ടിരുന്ന 3 പഴങ്ങളുടെ പേരുകൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. റെന്നത് എളുപ്പത്തിൽ വേഗത്തിൽ പറഞ്ഞു. കാരണം രാവിലെ മുതൽ റെന്നത് കാണാതെ പഠിക്കുകയായിരുന്നല്ലോ. ഡോക്ടറും തന്റെ സംശയം ചോദിക്കാതിരുന്നില്ല. നീ എന്താടോ ഇത് മനപ്പാടമാക്കി വെച്ചിരിക്കുകയായിരുന്നോ? ഏയ് അങ്ങനൊന്നുമില്ലെന്നായിരുന്നു റെന്നിന്റെ മറുപടി. ഡോക്ടർ പിന്നാലെ റെന്നിനോട് ഒരു ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. റെന്ന ചിത്രം വരച്ചു തീർന്നതും ഡോക്ടർ വീണ്ടും താൻ പഠിക്കാൻ പറഞ്ഞിരുന്ന ആ പഴങ്ങളുടെ പേരുകൾ ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇത്തവണ റെന്നിനത് ആവർത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതോടെ റെൻ തന്റെ മുമ്പിൽ തനിക്ക് ഓർമ്മയുണ്ടെന്ന് തെളിയിക്കാൻ അഭിനയിക്കുകയാണ് എന്ന് ഡോക്ടർക്ക് വ്യക്തമായി. ഇതേസമയം മറുവശത്ത് വുഹാൻ നഗരത്തിലേക്ക് എത്തിച്ചേർന്നിരുന്ന വുഫാൻ ആകട്ടെ സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തുരങ്കത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബൈക്കുകാരൻ അവനെ ഇടിക്കുന്ന പോലെ വന്നു. വുഫാൻ താഴെ വീഴേണ്ടതായിരുന്നു. ആ ബൈക്കുകാരനുമായി വുഫാൻ വാഗ്വാദത്തിൽ ഏർപ്പെടുക പോലും ചെയ്തു. അപ്പോഴാണ് സൈക്കിൾ മറിഞ്ഞു വീഴാൻ പോയെടുത്ത് ഒരു നോട്ടീസ് കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. ജോബ് വേക്കൻസി അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസായിരുന്നു അത്. ഒരു മെക്കാനിക് ഗ്യാരേജിൽ ഹെൽപ്പറെ ആവശ്യമുണ്ട് എന്നാണ് പരസ്യം വ്യക്തമാക്കുന്നത്. വുഫാൻ ഉടൻ തന്നെ ആ വിലാസത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ പരസ്യത്തിൽ കാണിച്ചതുപോലെ തിളങ്ങുന്ന ഒരു ഗ്യാരേജ് ഒന്നുമായിരുന്നില്ല അത്. യഥാർത്ഥത്തിൽ അത് വളരെയധികം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ഗ്യാരേജ് ഉടമയായ ജിയെ കണ്ട് അവൻ സംസാരിച്ചു. ജിയെ ജോലിക്കെടുക്കാനും അയാൾ തയ്യാറായി. ആദ്യഘട്ടത്തിൽ അവൻ യോഗ്യനാണോ എന്ന് നോക്കാൻ അവിടെ കിടന്നൊരു കാർ കഴുകാനായിരുന്നു ജിയ വുഫാനോട് ആവശ്യപ്പെട്ടത്. വുഫാൻ വേഗത്തിൽ ആ കാർ അങ്ങ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അത്രമേൽ വേഗതയിലായിരുന്നു വുഫാൻ അത് ചെയ്തത്. ഞൊടിയിടയിൽ കാർ പളപള തിളങ്ങി. അത് കണ്ട് ജിയ പോലും ഒരു നിമിഷം അത്ഭുതപ്പെട്ടു. അതോടെ അവനെ അവിടെ ജോലിക്ക് നിർത്താൻ ജിയെ അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. വുഫാന്റെ സത്യസന്ധത കണ്ട് ആ ജോലി ജിയെ സ്ഥിരപ്പെടുത്തി. സംസാരത്തിനിടയിൽ അവന്റെ തിരിച്ചറിയൽ കാർഡ് വാങ്ങിയ ജിയ തമാശയായി പറഞ്ഞു, നിന്റെ തിരിച്ചറിയൽ കാർഡിലെ ചിത്രവും നിന്റെ യഥാർത്ഥ മുഖവും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അത്രയും വ്യത്യാസമുണ്ടല്ലോടാ. വുഫാനും പെട്ടെന്ന്
തന്നെ മറുപടി നൽകി, അതിപ്പോ നിങ്ങളുടെ പരസ്യത്തിലെ ഗ്യാരേജും ഈ യഥാർത്ഥ ആക്രിക്കടയും തമ്മിലും അത്രയും തന്നെ വ്യത്യാസമില്ലേ? ജിയയ്ക്ക് മറുപടി പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. പിന്നീട് സംസാരിക്കുമ്പോഴാണ് വുഫാൻ അവിടെ താമസിക്കാനുള്ള ഇടം പോലുമില്ല എന്ന കാര്യം വ്യക്തമാകുന്നത്. അതോടെ വുഫാൻ 1 മാസക്കാലം ഇന്റേൺഷിപ്പ് മാത്രമായിരിക്കുമെന്നും ശമ്പളമുണ്ടാവില്ലെന്നും താമസ സൗകര്യവും ഭക്ഷണവും കിട്ടുമെന്നും ജിയ പറഞ്ഞു. വുഫാനും അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ജിയ അവനെയും കൂട്ടി നേരെ മുന്നോട്ടേക്ക് നടന്നു. അവർ പോകുന്നതാകട്ടെ റെൻ താമസിക്കുന്ന ഇടത്തേക്കായിരുന്നു. അവിടെ കാലുകുത്തിയുടൻ തന്നെ വുഫാന്റെ ശ്രദ്ധ ഒരു കോണിൽ കിടക്കുന്ന ഭാരമേറിയ ഡംബിൾസിലും വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉപകരണങ്ങളിലും വന്നു പതിഞ്ഞു. ജിയാകട്ടെ അവിടെ റെൻ എന്നു പേരുള്ള ഒരു വൃദ്ധനുണ്ടെന്നും വളരെ നല്ല മനുഷ്യനാണെന്നും ഒക്കെ പറഞ്ഞു വരികയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വിചിത്രമായ ഒരു കാഴ്ച കണ്ടത്. റെൻ ദേഷ്യത്തോടെ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് തള്ളിപ്പുറത്താക്കി വാതിലടയ്ക്കുന്നു. യുവെന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ജിയ പരിഭ്രാന്തിയോടെ വാതിലിൽ മുട്ടി. എന്നാൽ അകത്തുനിന്ന് റെൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ പുറത്തു നിൽക്കുന്ന ആരും തന്നെ അറിയില്ല. യുവും പുറമേ നിന്നും, ഞാനിവിടെ പലചരക്കടയിൽ നിൽക്കുന്ന ആളാ, നമുക്ക് ഒരുപാട് നാളായിട്ട് അറിയാം റെൻ, വാതില് തുറക്ക് എന്നിങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റെൻ പക്ഷേ ചെവി കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ജിയ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. ജിയ യുവിനോട് പറഞ്ഞു, വീണ്ടും പഴയ അതേ പ്രശ്നം തന്നെയാണോ? എങ്കിൽ ശരി, വാ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ചെടിച്ചട്ടിയുടെ അടിയിൽ ഒളിപ്പിച്ചിരുന്ന മറ്റൊരു താക്കോലെടുത്ത് എങ്ങനെയൊക്കെയോ അവർ വീടിനകത്തേക്ക് കയറി. മൂവരും അകത്ത് കടന്നയുടൻ റെൻ അവരെ കൊള്ളക്കാരെന്ന് കരുതി ഒരു വാളെടുത്ത് ആക്രമിക്കാൻ ആരംഭിച്ചു. അതോടെ മൂവരും ജീവനായി ഓടിയൊളിക്കാൻ തുടങ്ങി. റെൻ ആക്രമണം തുടരുമ്പോ ഓരോരുത്തരും വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്, പരിചയക്കാരാണെന്നൊക്കെ. പക്ഷേ റെന്നുണ്ടോ കേൾക്കുന്നു. തന്റെ വീട്ടിൽ മോഷണം നടത്താമെന്നവരാണ് അവർ എന്ന് കരുതി റെൻ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് വൂഫാനുമാകെ ഭയന്നിട്ടുണ്ട്. ആക്രമണങ്ങൾക്കിടയിൽ റെൻ തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് വൂഫാന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കാൻ വേണ്ടി ചെന്നു. എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിന്നു. പിന്നെയാണ് വ്യക്തമായത് റെന്നിന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു യഥാർത്ഥ വാളല്ല, അതൊരു ഫേക്ക് വാൾ മാത്രമാണ്. അതോടെ എല്ലാവർക്കും ആശ്വാസമായി. പക്ഷെ റെൻ നിർത്തുന്നുണ്ടായിരുന്നില്ല. റെൻ തന്റെ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ റെന്നിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് ലാമ്പ് ഉയർത്തി വൂഫാൻ റെന്നിന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചു. അത് കണ്ടതും പെട്ടെന്ന് റെന്നിന് എന്തൊക്കെയോ ഓർമ്മകൾ മിന്നിമാഞ്ഞു. തന്റെ മുന്നിൽ നിൽക്കുന്നത് വെയ്റ്റ് ലിഫ്റ്ററായ തന്റെ മകനെ പോലെ റെന്നിന് തോന്നി. റെൻ പെട്ടെന്ന് അവിടെയുള്ള ഫോട്ടോകളിലേക്ക് നോക്കി. റെന്നിന്റെ മകന്റെ ചിത്രങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതോടെ തന്റെ മുന്നിൽ അങ്ങനെ നിന്ന വൂഫാനെ കണ്ടതും റെൻ പറഞ്ഞു, മോനെ നീ വന്നോടാ. അത് പറഞ്ഞതിന് പിന്നാലെ റെൻ വൂഫാന്റെ മുഖത്തിട്ട് നല്ലൊരു അടിയും പൊട്ടിച്ചു. ഇത്ര നാളായിട്ട് എവിടെയാടാ പോയി കിടന്നേ? റെൻ ദേഷ്യത്തിൽ ചോദിക്കാൻ തുടങ്ങി. വൂഫാനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. വൂഫാൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാൻ ഇറങ്ങിയതും ജയയും മറ്റുള്ളവരും ചേർന്ന് അവനെ തടഞ്ഞു നിർത്താൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് മുന്നോട്ടേക്ക് നീങ്ങാൻ പോയ റെൻ അവിടെ വീണ് കിടന്നിരുന്ന ലാമ്പിൽ തട്ടി താഴെ വീണു. തലയിടിക്കുകയും ചെയ്തു. ഉടനടി റെൻ അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ ജിയോടും മറ്റുള്ളവരോടും കാര്യങ്ങൾ വിശദീകരിച്ചു. വൃദ്ധനായ റെൻ അൽഷിമേഴ്സിന്റെ 2ാം ഘട്ടത്തിലാണ്. തന്റെ രോഗം അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2ാം ഘട്ടത്തിൽ അൾഷൈമേഴ്സിലെത്തിയ വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം നിരവധി സങ്കല്പങ്ങളിലൂടെ കടന്നു പോകും. അദ്ദേഹത്തെ നന്നായി നോക്കാനുള്ള ഒരേ ഒരു വഴിയെന്നത് മുമ്പോട്ടേക്കുള്ള അദ്ദേഹത്തിന്റെ എല്ലാ സങ്കല്പങ്ങളെയും സത്യമല്ലെങ്കിൽ കൂടി അത് സത്യമായി അംഗീകരിക്കുക എന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹം അതിൽ വല്ലാതെ അഫക്റ്റഡ് ആകും, വല്ലാതെ ബുദ്ധിമുട്ടും. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ജിയ റെനിന്റെ മകനായി അഭിനയിക്കാൻ വൂഫാനോട് ആവശ്യപ്പെട്ടു. പക്ഷേ വൂഫാൻ അതിനൊന്നും നിൽക്കാതെ അവിടുന്ന് പോവാൻ നിൽക്കുകയായിരുന്നു. ജിയയും മറ്റും വൂഫാനോട് കാര്യങ്ങൾ പറഞ്ഞ് സഹായം ആവശ്യപ്പെട്ടെങ്കിലും വൂഫാൻ അതിന് വിസമ്മതിച്ചു. പക്ഷേ ജിയ യുവാന് അവിടെ അങ്ങനെ തുടർന്നാൽ 800 യുവാൻ പ്രതിമാസം പ്രതിഫലം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തപ്പോ ഒരു നിമിഷം അവിടെ നിന്ന് വൂഫാൻ ചിന്തിച്ചു. പരേതിയായ മുത്തശ്ശിയുടെ അസ്ഥികളടക്കം ചെയ്യാൻ അവനൊരിടം വാങ്ങേണ്ടതുണ്ട്, ഒരു കുഴിമാടം. അതിന് പണം വേണം. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ആ കരാറിനവൻ സമ്മതിച്ചു. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് റെനിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. റെനിന്റെ വീട്ടിലെത്തിയതും വൂഫാൻ അവിടെയുള്ള ചിത്രങ്ങളും മെഡലുകളും ഒക്കെ നോക്കിക്കണ്ടു. റെനിന്റെ യഥാർത്ഥ മകൻ ഒരു വെയ്റ്റ് ലിഫ്റ്റർ ആയിരുന്നുവെന്നും അവനിപ്പോൾ അവിടില്ലെന്നും വൂഫാൻ മനസ്സിലാക്കി. വൂഫാൻ ജിയോട് തന്നെ റെനിന്റെ മകൻ എവിടെ പോയെന്ന് ചോദിച്ചു. വർഷങ്ങൾക്ക് മുമ്പേ റെനിനെ ഉപേക്ഷിച്ച് റെനിന്റെ മകൻ പോയതാണെന്നും ഇപ്പോൾ എവിടാണെന്ന് അറിയില്ല എന്നുമായിരുന്നു ജിയയുടെ മറുപടി. ഇപ്പോൾ റെൻ നിന്നെയാണ് മകനായി കാണുന്നതെന്നും അതുകൊണ്ട് അത്തരത്തിൽ അഭിനയിക്കാനും ജിയ വൂഫാന് നിർദ്ദേശം നൽകി.
കുറച്ച് കഴിഞ്ഞപ്പോ റെന്നിന് ബോധം വന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ആരെയും തിരിച്ചറിയാൻ കഴിയുന്നുമില്ല. ജിയ ഉടൻ തന്നെ ഒരു നുണ പറഞ്ഞു. ഞാൻ ഗരേജ് ഉടമയാണ്. റെന്നിന്റെ മകൻ ജോണിനെ എന്റെ ഗരേജിൽ നിർത്തി ജോലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടകം ഒന്ന് ഉറപ്പിക്കാൻ യു വൂഫാന്റെ ഭാര്യയായും ജിൻ അവന്റെ അമ്മയായും അഭിനയിച്ചു. അതിനുശേഷം യു വൂഫാന് അവന്റെ മുറി കാണിച്ചു കൊടുത്തു. വൂഫാൻ മുറിയിൽ കയറി മുത്തശ്ശിയുടെ ചിതാഭസ്മം നേരെ കട്ടിന്റെ അടിയിലേക്ക് വെച്ചു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്നതും വൂഫാൻ ഞെട്ടിപ്പോയി. തന്റെ മുത്തശ്ശിയുടെ ചിതാഭസ്മം വെച്ചെടുത്ത് അത് കാണുന്നില്ല. ഇതെവിടെ പോയി എന്ന് ഞെട്ടലോടെ അവൻ നോക്കി നിൽക്കെ തൊട്ടപ്പുറത്തായി റെൻ ചായ ഉണ്ടാക്കാൻ പോകുന്നത് അവൻ കണ്ടു. ചിതാഭസ്മം ഇട്ടുവെച്ചിരുന്ന ഡബ്ബയുടെ അതേപോലത്തെ ഡബ്ബയിൽ നിന്നായിരുന്നു റെൻ ചായപ്പൊടി ഇട്ടുകൊണ്ടിരുന്നത്. അത് കണ്ടതും അത് തന്റെ മുത്തശ്ശിയുടെ ചിതാഭസ്മമാണ് എന്ന് തെറ്റിദ്ധരിച്ച് റെൻ അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ വൂഫാൻ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി റെന്നിനെ തടഞ്ഞു. പിന്നെ നോക്കുമ്പോ അത് യഥാർത്ഥത്തിലുള്ള ചായപ്പൊടിയാണ്. എന്റെ മുത്തശ്ശിയുടെ ചിതാഭസ്മം ഇത് എവിടെ പോയി എന്ന മട്ടിൽ യൂഫാൻ നോക്കുമ്പോ ദാണ്ടിയതാ യു അത് മാറ്റിയെടുത്തു വെച്ചിരിക്കുന്നു. അവനെ കളിപ്പിക്കാൻ യു ചെയ്തൊരു വികൃതിയായിരുന്നു അത്. ദേഷ്യം വന്നെങ്കിലും ഒന്നും മിണ്ടാതെ വൂഫാൻ യുവിൽ നിന്ന് അത് വാങ്ങിപ്പോയി. അത് തിരികെ കിട്ടിയതിൽ അവന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. തിരികെ മുറിയിലെത്തി മുഖം നോക്കിയപ്പോഴാണ് തന്റെ പാതിമീശയും മുടിയുമൊക്കെ വെട്ടിയിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ഇതാരാ ചെയ്തത് എന്ന മട്ടിൽ ചിന്തിച്ച് അവൻ ഞെട്ടിത്തെറിച്ചു നിന്നു. റെന്നായിരിക്കും ഇത് ചെയ്തത് എന്നായിരുന്നു വൂഫാൻ ചിന്തിച്ചത്. ദേഷ്യം വന്ന വൂഫാൻ റെന്നിന് അടുക്കൽ ചെന്ന് എന്താടോ ഈ കാണിച്ച് എന്റെ മുടിയും താടിയും ഒക്കെ എന്തിനാ ഇങ്ങനെ വെട്ടിക്കളണത് എന്ന മട്ടിൽ ദേഷ്യത്തിൽ അവൻ തിരക്കിക്കൊണ്ടിരുന്നു. പിന്നാലെ അവിടുന്ന് പോകാമെന്നുറച്ച് നേരെ മുറിയിൽ വന്ന് ഡ്രസ്സ് എടുക്കാൻ നോക്കുമ്പോ അവിടെ ഡ്രസ്സും തന്റെ വസ്തുക്കളുമൊന്നും കാണുന്നില്ല. നേരെ റെന്നിന്റെ അടുത്ത് വന്ന് വൂഫാൻ വീണ്ടും ദേഷ്യത്തിൽ ചോദിച്ചു, എന്റെ ഡ്രസ്സൊന്നും കാണുന്നില്ലല്ലോ, അതെവിടെ പോയി? നിങ്ങളതെടുത്തോ? ഉടൻ റെൻ പറഞ്ഞു, മോനെ ആ ഡ്രസ്സ് ഒന്നോട്ട് നിനക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനതൊക്കെ എടുത്ത് വേസ്റ്റിലിട്ടു. അത് കേട്ടതും വൂഫാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. എന്ത് മണ്ടത്തരാടോ കാണിച്ച്, അതിനകത്താ എന്റെ പേഴ്സും ID കാർഡും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതും പറഞ്ഞ് വൂഫാൻ തിരിഞ്ഞു നോക്കിയപ്പോ അവിടെയതാ മുനിസിപ്പാലിറ്റി വണ്ടി വന്ന് ഉള്ള വേസ്റ്റ് ഒക്കെ സ്വീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടതും തന്റെ വസ്ത്രങ്ങളും ID കാർഡും കളക്ട് ചെയ്യാൻ വൂഫാൻ അവിടെ നിന്ന് ആ വണ്ടിയുടെ പിന്നാലെ ഓടിച്ചെന്നു. ഒരു തരത്തിൽ വണ്ടിക്കകത്തേക്ക് എടുത്തു ചാടി കയറി. പിന്നാലെ തന്റെ വസ്ത്രങ്ങളും മറ്റും ആ കുപ്പയ്ക്കുള്ളിൽ അവൻ തിരയാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത ഘട്ടം കുപ്പ ആ വണ്ടിക്കകത്തേക്ക് വീഴ്ത്തപ്പെട്ടു. മുഴുവൻ വന്നു വീണതാകട്ടെ പാവം വൂഫാന്റെ മേലും. അവൻ ആ കുപ്പ വണ്ടിയിൽ നിന്ന് ഒന്നും തന്നെ കണ്ടുകിട്ടിയില്ല. നിരാശയോടെ തിരികെ വീട്ടിലേക്ക് തന്നെ അവന് പോരേണ്ടി വന്നു. തിരികെ റെന്നിന്റെ വീട്ടിലേക്ക് എത്തിയ വൂഫാൻ ദേഷ്യത്തിൽ റെന്നിനോട് സംസാരിച്ചു. എടോ, എന്റെ ID കാർഡ് പോയടോ, ഇനി ഞാൻ എന്തു ചെയ്യും? റെന്നാകട്ടെ, മോനെ വാടാ, വ്യായാമം ചെയ്യാൻ സമയമായി എന്നും പറഞ്ഞു നിൽക്കുകയായിരുന്നു. വൂഫാൻ അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് കണ്ടതും എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ID കാർഡല്ലേ, നിന്റെ പേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് റെൻ ഒരു ബാഗ് മുന്നോട്ട് നീട്ടി. അതിനകത്ത് ഒരു പേഴ്സുണ്ടായിരുന്നു. വൂഫാൻ ആശ്വാസത്തോടെ അത് തുറന്നതും അവന്റെ നെഞ്ച് തകർന്നു പോയി. അതിനകത്തുണ്ടായിരുന്ന ID കാർഡ് അവന്റേതായിരുന്നില്ല, മറിച്ച് റെന്നിന്റെ യഥാർത്ഥ മകൻ ജോണിന്റേതായിരുന്നു. സത്യം മനസ്സിലായതോടെ വൂഫാന്റെ ദേഷ്യം അതിരു കടന്നു. അവൻ ആ ബാഗ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ സമയം ചിതറിപ്പോയ സാധനങ്ങൾക്കിടയിൽ നിന്ന് വളരെ പഴയൊരു ഡയറി താഴെ വീണു. ആ കൂട്ടത്തിൽ ചില ബാങ്ക് പാസ്ബുക്കും ഉണ്ടായിരുന്നു. റെൻ പോയി അതെടുത്തു. ഓ, ഇത് ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മോന്റെ നേരെ നീട്ടിക്കൊണ്ട് റെൻ പറഞ്ഞു, ഇതിന്റെ ജീവിതത്തിലെ സമ്പാദ്യമാണ്. നിനക്ക് വീട് വെക്കണമെന്ന് മുമ്പ് പറയൂലായിരുന്നോ? അതിനുവേണ്ടി ഞാൻ കൂട്ടിവെച്ചതാ. പാസ്ബുക്ക് വാങ്ങി വൂഫാൻ തുറന്നു നോക്കി. അതിൽ അത്യാവശ്യം പണമൊക്കെയുണ്ട്. അത് കണ്ടതും അവന്റെ കുശാഗ്രബുദ്ധി അങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ തുക ഉപയോഗിച്ച് മുത്തശ്ശിയുടെ അവസാനാഗ്രഹം നിറവേറ്റാനും ആഡംബര കല്ലറ വാങ്ങാനും കഴിയും. അവൻ ഉടൻ ചിന്തിച്ചു. ഈ അക്കൗണ്ടിന്റെ പാസ്വേഡ് എന്താ? വൂഫാൻ ചോദിച്ചു. എടാ ഭ്രാന്ത, അത് നിന്റെ ജന്മദിനം തന്നെയല്ലേ എന്നായിരുന്നു റെന്നിന്റെ മറുപടി. വൂഫാൻ ഒട്ടും മടിച്ചല്ല. റെന്നിനെ പറഞ്ഞു പറ്റിച്ച് നേരെ ബാങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വൂഫാൻ പ്രതീക്ഷയോടെ തന്റെ ജനന തീയതി പാസ്വേഡായി രേഖപ്പെടുത്തി പണം പിൻവലിക്കാൻ വേണ്ടി തയ്യാറായി നിന്നു. എന്നാൽ സ്ക്രീനിൽ തെറ്റായ പാസ്വേഡ് എന്ന് കാണിച്ചു. അപ്പോഴാണ് അവനക്കാര്യം ആലോചിച്ചത്. എന്റെ ജനനത്തീയതി അല്ലല്ലോ, ജോങ്ങിന്റെ തിരിച്ചറിയൽ കാർഡിൽ നിന്ന് അവന്റെ ജനനത്തീയതി വേണമല്ലോ അടിക്കുവാൻ. അങ്ങനെ വൂഫാൻ റെന്നിന്റെ മകൻ ജോണിന്റെ തിരിച്ചറിയൽ കാർഡ് എടുത്ത് അതിലെ ജനനത്തീയതി അടിച്ചു. ഉടൻ ആ അക്കൗണ്ട് തുറന്നു. അവൻ ഒന്നും ആലോചിക്കാതെ 300 യുവാൻ എന്ന വലിയ തുക പിൻവലിക്കാൻ നിർബന്ധം പിടിച്ചു. ഇത്രയും വലിയ തുക എന്തിനാണെന്ന് റെൻ അവനോട് ചോദിച്ചപ്പോ വൂഫാൻ ഓരോ നുണക്കഥകൾ മെനയാൻ തുടങ്ങി. ബാങ്ക് ഉദ്യോഗസ്ഥന് വിചിത്രമായ അവരുടെ ആ പെരുമാറ്റത്തിൽ വലിയ സംശയം തോന്നി. അദ്ദേഹം നേരിട്ട് റെന്നിനെ നേരെ നോക്കി ചോദിച്ചു, മുത്തശ്ശ, ഈ കുട്ടി നിങ്ങളുടെ ആരാ? റെൻ അപ്പോഴാണ് അവിടുത്തെ കണ്ണാടിയിൽ തന്റെ മുഖം ശ്രദ്ധിക്കുന്നത്. കുറച്ചുനേരം റെൻ ഒന്ന് ശാന്തനായി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മറവി രോഗം അദ്ദേഹത്തിലേക്ക് ഗാഢമായി കടന്നു വന്നു. ഞാനിവനെ അറിയ പോലുമില്ല എന്നായിരുന്നു റെൻ പറഞ്ഞത്. അത് കേട്ടയുടൻ ബാങ്കിൽ വലിയ ബഹളമായി. സെക്യൂരിറ്റി ഗാർഡുകൾ വൂഫാനെ പിടികൂടാൻ പാഞ്ഞെടുത്തു. വൂഫാനാണെങ്കിൽ താൻ റെന്നിന്റെ മകനാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞ്
ബഹളം കൂട്ടുന്നുണ്ട്. ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന നിലയിലെത്തിയ ഘട്ടത്തിൽ വീണ്ടും റെന്നിന് കാര്യങ്ങൾ ഓർമ്മ വന്നു. അദ്ദേഹം വൂഫാനെ തന്റെ പ്രിയപ്പെട്ട മകനായി വീണ്ടും തിരിച്ചറിഞ്ഞു. റെൻ നോക്കുമ്പോ തന്റെ മകനെ അവിടുത്തെ സെക്യൂരിറ്റികൾ ഉപദ്രവിക്കുന്നു. കടന്നു വന്ന റെൻ ഒട്ടും മടിച്ചില്ല. ആ സെക്യൂരിറ്റികളെയൊക്കെ ആക്രമിച്ച് പുഷ്പം പോലെ എടുത്തുയർത്തിയെറിഞ്ഞ് തന്റെ മകനെയും രക്ഷിച്ച് പുറത്തു കടന്നു. റെന്നിന്റെ ആ കരുത്തും ആ പവറുമൊക്കെ കണ്ട് അക്ഷരാർത്ഥത്തിൽ വൂഫാൻ ഞെട്ടിയിരുന്നു. എന്തായാലും അന്ന് ബാങ്കിലെ ബഹളമൊക്കെ കഴിഞ്ഞപ്പോ വുഫൻ നേരിട്ട് ജയയുടെ വർക്ക്ഷോപ്പിൽ ജോലിക്കെത്തി. അവൻ വൈകി വന്നതിന്റെ ദേഷ്യം ജയ അവനുമേൽ കാണിച്ചു. വൈകി വന്നതിന് അവന്റെ ശമ്പളത്തിൽ നിന്ന് 200 യുവാൻ പിഴ പിടിക്കും എന്ന് പറഞ്ഞു. വുഫൻ ദേഷ്യത്തോടെ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ വിവരിച്ചു. ആ കിർക്കൻ വൃദ്ധൻ എന്റെ നിലനിൽപ്പ് തന്നെയായി ID കാർഡ് ചപ്പുചവറിൽ എറിഞ്ഞു കളഞ്ഞു, എന്റെ വസ്ത്രങ്ങളും നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ജയ അവനെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി അവനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവരുടെ ഒരു വിദേശ ഉപഭോക്താവായ ഡാനിയ തന്റെ കാർ സർവീസ് ചെയ്യാൻ വന്നത്. ജിയ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ശരിയാക്കാനുള്ള ചുമതല വുഫാനെ ഏൽപ്പിച്ചു. പിന്നാലെ നിന്റെ ശമ്പളത്തിൽ നിന്ന് പണമൊന്നും പിടിക്കില്ലടാ എന്ന് പറയുകയും ചെയ്തു. കൂട്ടത്തിൽ പുതിയ ID കാർഡ് ഉണ്ടാക്കാൻ അവന് വേണ്ട സഹായം താൻ ചെയ്തു തരാം എന്നും കൂട്ടിച്ചേർത്തു. ആ അവസരം മുതലാക്കി വുഫാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ ഓർമ്മ പോലുമില്ലാത്ത ആ വൃദ്ധന് വേണ്ടി ഇങ്ങനൊക്കെ ചെയ്യുന്നത്? അയാള് നിങ്ങളുടെ ആരാ? അത് കേട്ടതും ജിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഭൂതകാലത്തിന്റെ താളുകൾ തുറന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തെരുവുകളിൽ വളർന്ന ഒരു അനാഥനായിരുന്നു. കുറ്റകൃത്യങ്ങളുടെ ചതുപ്പിൽ താണുപോവുകയായിരുന്നു. ആ സമയത്ത് റെന്നാണ് എന്നെ രക്ഷിച്ചത്. വിരൽ പിടിച്ചു നടക്കാൻ പഠിപ്പിക്കുകയും ഈ ഗ്യാരേജ് അദ്ദേഹം തുറന്നു തരികയും ചെയ്തു. എന്നെ ഈ നിലയിൽ ജീവിപ്പിക്കാൻ, നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ എല്ലാത്തിനും കൂടെ നിന്നത് ആ മനുഷ്യനാണ്. അദ്ദേഹം എനിക്ക് ദൈവത്തെ പോലെയാണ്. പിന്നീട് റെൻ തന്റെ വീട്ടിൽ കുക്കിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യു തന്റെ കമ്പനിയുടെ പുതിയ എനർജി ഡ്രിങ്കുമായി അദ്ദേഹത്തിന്റെ അടുത്തെത്തിയത്. രുചി നോക്കാനായി അവൾ അത് റെന്നിന് കൊടുത്തു. രുചി നോക്കിയ ശേഷം റെൻ അതിനെ പുകഴ്ത്തുകയും തമാശയായി പോക്കറ്റിൽ നിന്ന് പണമെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. സാധാരണ വിലയേക്കാൾ കൂടുതൽ വിലയായിരുന്നു യു എപ്പോഴും റെന്നിനെ പറ്റി ചീടാക്കിക്കൊണ്ടിരുന്നത്. തന്റെ വിജയത്തിൽ യു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക പോലും ചെയ്തു. കൃത്യം ആ സമയം വൂഫാൻ അവിടെ എത്തുകയും ഇതൊക്കെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. അവൻ യുവിനെ പരിഹസിച്ചു. ആ പാവം വൃദ്ധന്റെ പോക്കറ്റ് അടിക്കാൻ നിനക്ക് നാണമില്ലേ? പക്ഷെ യു പറഞ്ഞതാകട്ടെ, നീ മിണ്ടാതിരുന്നോ എന്ന തരത്തിലായിരുന്നു. നീയൊരു കഴുകനെ പോലെ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസിൽ കണ്ണുവെച്ചിരിക്കുന്നതൊക്കെ എനിക്കറിയാം, യു കൂട്ടിച്ചേർത്തു. രണ്ടാളും പാവം റെന്നിനെ കൊള്ളയടിക്കാനിരിക്കുകയാണ് എന്ന കാര്യം വ്യക്തമാണ്. അവരങ്ങനെ സംസാരിച്ചു നിൽക്കെ റെൻ അങ്ങോട്ടേക്ക് വന്നു. ഭക്ഷണം തയ്യാറാക്കുന്നുണ്ടെന്നും കഴിക്കാൻ വരാനും റെൻ അവരെ വിളിച്ചു. പെട്ടെന്നാണ് റെൻ ഓവൻ ഓഫ് ചെയ്യാൻ മറന്നിരുന്നതുകൊണ്ട് അതിനകത്തിരുന്ന വസ്തു ഏറെ ചൂടായി പൊട്ടിത്തെറിച്ചത്. വൂഫാനും യുവും അവിടെ നിലത്തിരുന്ന് ആ പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിച്ചു. അപകടം സംഭവിക്കുന്നത് കണ്ടതും റെന്നൊട്ടും മടിച്ചില്ല. ഒരു തൂണുപോലെ അവർക്ക് കാവലായി മറഞ്ഞു നിന്ന് ആ 2 കുട്ടികളെയും സംരക്ഷിക്കാൻ റെൻ ശ്രമിച്ചു. ഇതൊക്കെ കണ്ട് വൂഫാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മകനോട് എന്തുമാത്രം സ്നേഹമുണ്ടായിരിക്കും എന്ന് വൂഫാൻ ചിന്തിക്കുകയും ചെയ്തു. പിന്നാലെ അവിടെ വന്ന അവശിഷ്ടങ്ങൾ വൃത്തിയാക്കാൻ താൻ സഹായിക്കാം എന്ന് പറഞ്ഞ് യു ചെന്നു. പക്ഷേ റെൻ അതിന് സമ്മതിച്ചില്ല. യുവിനോട് മാറി നിൽക്കാൻ പറഞ്ഞ് അയാൾ തന്നെ സ്വയം അത് വൃത്തിയാക്കാൻ തുടങ്ങി. പക്ഷേ റെന്നിന്റെ ആ പ്രവൃത്തി വൂഫാന്റെ മനസ്സിനെ തൊട്ടിരുന്നു. അവന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തോട് ചെറിയൊരു സ്നേഹം പോലും ആ സംഭവം മുടലെടുപ്പിച്ചു. അടുത്ത ദിവസം പുലർച്ചെ റെൻ ഉച്ചത്തിൽ വിസിലടിച്ച് വൂഫാനെ ഉറക്കത്തിൽ നിന്നുണർത്തി. വാടാ ഫയൽവാനെ, വ്യായാമത്തിനുള്ള സമയമായി എന്നായിരുന്നു റെൻ പറഞ്ഞത്. വൂഫാൻ ദേഷ്യത്തോടെ പുതപ്പ് തലവഴി മൂടിക്കിടന്നു. എന്നാൽ റെൻ അവനെ ഒരു ചാക്കെന്ന പോലെ തന്റെ ശക്തമായ തോളിലേറ്റി പൊക്കിയെടുത്ത് വ്യായാമം ചെയ്യുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം സ്വയം വലിയ ഭാരമുയർത്തി കാണിക്കുകയും വൂഫാനോട് അതേപോലെ പരിശീലനം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വൂഫാൻ അത് കേട്ടതും തന്ത്രപരമായ ഒരു നിബന്ധന റെന്നിന്റെ മുന്നിലേക്ക് വെച്ചു. ഒരു കാര്യം ചെയ്യ്, താങ്കൾ എന്റെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് സജീവമാക്കി താ. അതിന്ന് എനിക്ക് പണമൊക്കെ എടുക്കണം. എന്നാലേ ഞാൻ ഈ എക്സസൈസ് ഒക്കെ ചെയ്യൂ. അത് കേട്ടതും റെൻ സമ്മതിച്ചു. പക്ഷെ ആ വ്യായാമം വളരെ കഠിനമായിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ വൂഫാന്റെ ധൈര്യം ചോർന്നു പോവുകയും അവന് വ്യായാമം തുടരാൻ പറ്റാതെ തലകറങ്ങി വീഴുക പോലും ചെയ്തു. റെന്നവന് ഗ്ലൂക്കോസ് എടുക്കാൻ പുറത്തേക്ക് പോയ നിമിഷം മയങ്ങിയ പോലെ അഭിനയിച്ചിരുന്ന വൂഫാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം മുങ്ങി നേരിട്ട് ഗ്യാരേജിലേക്ക് പോന്നു. പക്ഷേ റെന്നും നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു. മോൻ വ്യായാമം ചെയ്യാതെ രക്ഷപ്പെട്ടതാണ് എന്ന് ചിന്തിച്ച റെൻ അവനെ തിരിഞ്ഞ് വർക്ക്ഷോപ്പിലെത്തി. മൈതാനം വിട്ട് ഓടുന്നവന്മാരാന്നും ചാമ്പ്യന്മാരാവില്ല എന്ന് പറഞ്ഞ റെൻ വൂഫാനെ ബുദ്ധിമുട്ടിക്കാൻ ആരംഭിച്ചു. വൂഫാനും ദേഷ്യത്തിലായിരുന്നു. എന്നെന്തിനാ ഇങ്ങനെ ഇടങ്ങിയിറാക്കുന്നത് എന്ന മട്ടിലൊക്കെ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വൂഫാൻ ഉടനടി പഴയ ബാങ്കിന്റെ നിബന്ധന ആവർത്തിച്ചു. തന്റെ കയ്യിൽ പാസ്ബുക്ക് ഉണ്ടെന്നും നമുക്ക് നേരെ ബാങ്കിലേക്ക് പോകാമെന്നുമായിരുന്നു റെൻ പറഞ്ഞത്. അത് അവസരമായി നോക്കിക്കണ്ടതും വൂഫാൻ അവന് പണിയാൻ കൊടുത്തിരുന്ന ഡാനിയയുടെ ആ കാറുമെടുത്ത് നേരെ
ബാങ്കിലേക്ക് പുറപ്പെട്ടു. ഒടുവിൽ ബാങ്കിന് മുമ്പിൽ അവർ എത്തിച്ചേർന്നു. റെന്നിനോട് തന്റെ കൂടെ വരണ്ടെന്നും കാറിലിരുന്നാൽ മതിയെന്നും കഴിഞ്ഞ തവണ റെൻ കാരണം വലിയ കുഴപ്പമുണ്ടായതാണ് എന്നും പറഞ്ഞ് റെന്നിനെ കാറിലിരുത്തി വൂഫാൻ പുറത്തിറങ്ങി. പക്ഷെ അവൻ ഇറങ്ങുമ്പോ അവന്റെ മൊബൈൽ ഫോൺ കാറിനകത്തേക്ക് വീണുപോയിരുന്നു. അവൻ നേരെ ബാങ്കിനകത്ത് കയറി റെന്നിന്റെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതേ സമയം ഗാരേജിലുണ്ടായിരുന്ന ജിയാകട്ടെ ഡാനിയയുടെ കാറ് കാണാതെ ആ കാർ ആരാ കൊണ്ടുപോയത് എന്ന മട്ടിൽ അന്വേഷിക്കുകയായിരുന്നു. ഒടുവിൽ അത് വൂഫാനായിരിക്കുമെന്ന് ചിന്തിച്ച് വൂഫാനെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ വൂഫാന്റെ ഫോൺ കാറിൽ വീണ് കിടക്കുകയാണല്ലോ. അതങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരുന്നു. കാറിനകത്തിരുന്ന റെന്നാകട്ടെ തന്റെ മോനെ ആരോ അർജന്റായി വിളിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ച് വൂഫാന്റെ ഫോൺ എടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഈ ശ്രമത്തിനിടയിൽ അബദ്ധത്തിൽ ഹാൻഡ് ബ്രേക്ക് അമർന്നു പോവുകയും കാർ പിന്നിലേക്ക് വേഗത്തിൽ ചലിക്കാൻ തുടങ്ങുകയും ചെയ്തു. ബാങ്കിനകത്തുണ്ടായിരുന്ന വൂഫാനും ഇത് കണ്ടു. വൂഫാൻ പുറത്തേക്ക് ഓടിയിറങ്ങി ചെന്നു. പക്ഷേ കാർ പിടിച്ചു നിർത്താൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. കാർ വേഗത്തിൽ പിന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. താൻ എന്താടോ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് വൂഫാൻ ബഹളം കൂട്ടുന്നുണ്ടെങ്കിലും റെന്നിനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വൂഫാൻ ഓടിവന്ന് കാറിൽ ചാടിപ്പിടിച്ച് കാർ എങ്ങനെയെങ്കിലും നിർത്താൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങൾ അത്രയും പരാജയപ്പെട്ടു. ഒടുവിൽ റെന്നിരുന്ന ആ കാറ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ഇടിച്ചു കയറി. കാറിന്റെ മേലേക്ക് കൺസ്ട്രക്ഷൻ വസ്തുക്കൾ വീണു. ഒരു പൈപ്പ് ഗ്ലാസും തുളച്ച് റെന്നിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിരുന്നു. റെൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിലായിരുന്നു അത് കണ്ട് വൂഫാൻ പോലും വിചാരിച്ചത്. കാറിനടുത്ത് ഓടിച്ചെന്ന് നോക്കുമ്പോ ചെറിയൊരു വ്യത്യാസത്തിൽ റെൻ സുരക്ഷിതമായി ഒരു പരിക്ക് പോലും ഏൽക്കാതെ നിൽക്കുകയാണ്. ദേഷ്യം കൊണ്ട് വൂഫാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തന്റെ വായിൽ വന്ന ചീത്തയൊക്കെ വൂഫാൻ റെന്നിനെ വിളിച്ചു പറഞ്ഞു. പക്ഷേ നിഷ്കളങ്കമായി റെന്നാകട്ടെ മോന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു, ഇതെടുത്തതാ നോക്കിക്കേ എന്ന മട്ടിൽ വൂഫാന് കൊടുക്കുകയാണ്. ആ വിട്ടിത്തം കണ്ടപ്പോ വൂഫാന്റെ ക്ഷമ നശിച്ചു. അവനുറക്കെ വിളിച്ചു പറഞ്ഞു, ബോധത്തിലേക്ക് വാടോ കിളവ, ഞാൻ നിങ്ങളുടെ മോനൊന്നുമല്ല. ഞാൻ വെറും ഒരു നിസ്സാരക്കാരനായ മെക്കാനിക്കാ. ഈ ലോകത്ത് എന്നെ വിളിക്കാൻ മാത്രം പ്രധാനപ്പെട്ട കോളൊന്നും വരാൻ പോലുമില്ല. വൃത്തനായ പാവം റെന്നെന്ന മനുഷ്യൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായി പറഞ്ഞു, ആര് പറഞ്ഞു നീ എന്റെ ചാമ്പ്യനാ? എന്റെ മോനാ. ഈ ലോകത്തിന് നീ ആരുമല്ലെങ്കിലും നിന്റെ ഈ വൃദ്ധനായ അച്ഛന് നീ തന്നെയായെല്ലാം. ആ വാക്കുകൾ വൂഫാന്റെ ഉള്ളിലെ എന്തോ ഒന്ന് തകർത്തു കളഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ പരിഭ്രാന്തിയോടെ അദ്ദേഹത്തിന് വല്ലതും പറ്റിയോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ജിയ അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. വണ്ടിയുടെ അവസ്ഥ കണ്ട് ജിയ ആകെ തകർന്നു. ജിയയുടെ രക്തം തിളച്ചു. വൂഫാനോട് അവൻ തട്ടിക്കയറുകയും കാർ എടുത്തുകൊണ്ടുപോയതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. വൂഫാനും ദേഷ്യം കൊണ്ട് തിളക്കുകയായിരുന്നു. നടന്ന കാര്യങ്ങൾ പറയുകയും എല്ലാ കാര്യത്തിനും കാരണം റെന്നാണ് എന്ന് പറഞ്ഞ റെന്നിനെ വൂഫാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. വാഗ്വാദം കനത്തപ്പോ എനിക്കും ഇനി ഇവിടെ തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞ വൂഫാൻ താൻ ഇനി ഒന്നിനുമില്ലെന്നും ഈ ജോലിയും ഉപേക്ഷിച്ച് പോവാണെന്നും പറഞ്ഞ് അവിടുന്ന് തിരികെ നടക്കാൻ തുടങ്ങി. റെൻ അത് കണ്ടതും മോനെ പോവല്ലേടാ എന്ന് പറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ വൂഫാന്റെ പിന്നാലെയോടി. ജിയ അത് കണ്ട് റെന്നിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ കൈപ്പേറിയ സത്യം ജിയ റെന്നിനോട് പറഞ്ഞു, മുത്തച്ഛ, നിങ്ങൾക്ക് മറവി രോഗമാണ്. അവൻ നിങ്ങളുടെ മകനല്ല, ഒരു അപരിചിതനാ. നിങ്ങളുടെ യഥാർത്ഥ മകൻ ജോങ് ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് ഞാനാ. നിങ്ങളുടെ ഈ കയ്യിലെ ഈ തഴമ്പ് നോക്കിക്കേ. എന്നെ ഒരാൾ അടിക്കാൻ വന്നപ്പോ നിങ്ങൾ തിരിച്ചടിച്ചപ്പോ പറ്റിയ പരിക്കും കൊണ്ടുവന്നതാ ഇത്. ഞാൻ പറയുന്നത് കേക്ക്, എന്നെ വിശ്വസിക്ക്. ജയ്ത് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും റെന്നിനത് അംഗീകരിക്കാൻ പറ്റിയില്ല. പിന്നീട് തന്റെ തകർന്ന മിഥ്യാധാരണയുടെ അവശിഷ്ടങ്ങൾക്കിടയിലിരുന്ന് വൃദ്ധനായ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. അവൻ എന്റെ മോന, നീ കാരണം അവൻ പിണങ്ങിപ്പോയത് എന്നാ പാവം മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് നേരത്തിരികെ വീട്ടിലെത്തിയ വൂഫാനാകട്ടെ തന്റെ വസ്തുക്കളെടുത്ത് പോവാനിറങ്ങി. കയ്യിലുണ്ടായിരുന്ന ട്രെയിൻ ടിക്കറ്റ് അവിടെ കീറിയെറിഞ്ഞിട്ടായിരുന്നു അവൻ പോയത്. തിരികെ എത്തിയ റെന്നാകട്ടെ എന്തൊക്കെയോ ആലോചിച്ച് സോഫയിലിരുന്നു. ടിവിയിൽ പഴയൊരു വീഡിയോ അദ്ദേഹം ഇട്ട് കാണുന്നുണ്ടായിരുന്നു. തന്റെ മകന്റെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വീഡിയോ ആയിരുന്നു അത്. റെന്നിന്റെ ഓർമ്മകൾ പഴയകാലത്തിലേക്ക് നീണ്ടു. പഴയകാലത്തിൽ തന്റെ മകൻ വെയ്റ്റ് ലിഫ്റ്റിനായി വരുന്ന ദൃശ്യങ്ങൾ അയാൾ മനസ്സിൽ കണ്ടു. പെട്ടെന്ന് റെന്നിനെ ചുറ്റുപാടും നോക്കി എന്തോ അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഉറക്കത്തിലായിരുന്ന അദ്ദേഹം പെട്ടെന്നൊന്ന് ഞെട്ടിയുണർന്നു. അടുത്ത ദിവസം പുലർച്ചെ 6 മണിയായിട്ടുണ്ടായിരുന്നു. മോന് ട്രെയിനിങ് കൊടുക്കണം എന്ന് ചിന്തിച്ച് വൂഫാന്റെ മുറിയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. നോക്കുമ്പോൾ അവിടെ വൂഫാനില്ല. മോനിത് എവിടെ പോയി എന്ന് ചിന്തിച്ച് റെൻ അവിടെ നിൽക്കുമ്പോ അവിടെ പോകുന്നതിന് മുമ്പ് വൂഫാൻ കീറിയെറിഞ്ഞ ട്രെയിൻ ടിക്കറ്റ് റെൻ കണ്ടു. അതോടെ മോൻ ട്രെയിനിൽ എങ്ങോട്ടേക്കോ പോയിരിക്കും എന്നായിരുന്നു ആ മനുഷ്യൻ ചിന്തിച്ചത്. മറുവശത്ത് വൂഫാൻ ആകട്ടെ തന്റെ മുത്തശ്ശിക്ക് വേണ്ടി ഒരു കല്ലറ വാങ്ങുവാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് ഒരു കല്ലറ സമ്പാദിക്കണമെങ്കിൽ വലിയ തുക തന്നെ വേണം എന്ന് വൂഫാൻ മനസ്സിലാക്കുന്നത്. അതോടെ ആ പണം സമ്പാദിക്കാൻ വൂഫാൻ കൂലി ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു. കൺസ്ട്രക്ഷൻ ജോലിയിൽ ഏർപ്പെട്ടു. മറുവശത്ത് റെൻ ആകട്ടെ തന്റെ മകൻ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ച് മകന്റെ പേരെഴുതിയ ഒരു കാർഡുമെടുത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ പോയി നിൽക്കുകയാണ്. അന്വേഷണത്തിനൊടുവിൽ യുവും ജിയും ജിന്നും റെന്നിനെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ കണ്ടെത്തി. അദ്ദേഹത്തിനടുക്കൽ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് അവർ അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ റെൻ അനങ്ങുന്നുണ്ടായിരുന്നില്ല. തന്റെ മകൻ വരും, തനിക്ക് മകനെ സ്വീകരിക്കണം എന്നും പറഞ്ഞായിരുന്നു റെൻ അവിടെ നിന്നുകൊണ്ടിരുന്നത്. വാശിയുള്ള ഒരു കുട്ടിയെപ്പോലെ റെൻ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. വൂഫാൻ കീറിയെറിഞ്ഞ ടിക്കറ്റ് കാട്ടി തന്റെ മകൻ വരുമെന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വൂഫാൻ കൂലി വാങ്ങാൻ ചെന്നപ്പോ വൂഫാന്റെ പക്കൽ ID കാർഡില്ലെന്ന് പറഞ്ഞ് കൂലി പോലും കൊടുക്കാതെ അവിടുള്ളവർ അവനെ അടിച്ചു പുറത്താക്കി. നിരാശയോടെ കൂലിയൊന്നും കിട്ടാതെ മാറിയിരുന്ന വൂഫാനാകട്ടെ അപ്പോൾ തന്റെ ഫോണിൽ മെസ്സേജ് വന്നത് കണ്ട് ഫോൺ എടുത്ത് നോക്കി. ജിയ റെന്നിന്റെ വീഡിയോ അയച്ചിരിക്കുകയായിരുന്നു. തന്റെ മകൻ വരുമെന്ന പ്രതീക്ഷയിൽ ടിക്കറ്റും കാട്ടി നിൽക്കുന്ന റെന്നിന്റെ അതേ വീഡിയോ. അത് കണ്ടതും വൂഫാന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തിങ്ങി. റെന്നിനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളും അപ്പോൾ ഉണ്ടായ കാര്യങ്ങളും അവന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഒടുവിൽ റെന്നിനടുത്തേക്ക് പോകുവാൻ വൂഫാൻ തീരുമാനിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ താൻ അവരുടെ കൂടെ വരില്ലെന്ന് പറഞ്ഞ് ഒരു തൂണിൽ മുറുകെ പിടിച്ച് റെൻ വാശി പിടിച്ചു നിൽക്കുകയാണ്. വൈകാതെ അങ്ങോട്ടേക്ക് വൂഫാൻ എത്തി. വൂഫാനെ കണ്ടതും വൂഫാന് നേരെ തിരിഞ്ഞ് റെൻ ചെന്നു. മോനെ നീ വന്നല്ലേടാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് കണ്ടതും വൂഫാന്റെയും കണ്ണുകൾ നിറഞ്ഞു. ഒടുവിൽ സന്തോഷത്തോടെ അവരെല്ലാവരും ചേർന്ന് റെന്നിന്റെ വീട്ടിലേക്ക് മടങ്ങി. അന്ന് ആദ്യമായി തന്റെ മുത്തശ്ശിയെപ്പറ്റിയും കല്ലറയുടെ കാര്യവും വൂഫാൻ അവരെല്ലാവരോടുമായി പങ്കുവെച്ചു. അടുത്ത ദിവസം മുതൽ വൂഫാന്റെ ദിനചര്യ മാറി. പകുതി ദിവസം അവൻ റെന്നിനൊപ്പം വെയ്റ്റ് ലിഫ്റ്റിംഗ് പഠിക്കും, ബാക്കി സമയം ഗാരേജിൽ ജോലി ചെയ്യും. ഇതിനിടയിൽ അവന്റെ പുതിയ ID കാർഡും തയ്യാറായി. ഒരു ദിവസം ഗാരേജിൽ തീപിടിച്ചെന്ന വാർത്ത കേട്ട് അവൻ പരിഭ്രാന്തിയോട് ഓടിയെത്തി. ആ സമയം എല്ലാവരും അവന് ജന്മദിന സർപ്രൈസ് നൽകി. അന്നായിരുന്നു യഥാർത്ഥത്തിൽ റെന്നിന്റെ മകന്റെ ബർത്ത്ഡേ. അന്ന് കേക്കൊക്കെ കൊണ്ടുവന്ന ശേഷം വികാരാതീതനായി റെൻ പറഞ്ഞു, എല്ലാ വർഷവും ഈ ദിവസം ഒരു സ്പോർട്സ് ജാക്കറ്റും ധരിച്ച് ഞാൻ എന്റെ മകനായി കാത്തിരിക്കാറുണ്ടായിരുന്നു. പക്ഷേ അവൻ വന്നതേയില്ല. അവൻ വരുമെന്നും ഒന്നിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുമെന്നും ഞാനെന്നും ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അത് സാധ്യമായിരിക്കുന്നു. ആ വൃത്തൻ അങ്ങനെ വല്ലാതെ വികാരാതീതനായി അത് പറഞ്ഞതും അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. വൂഫാന്റെ ഹൃദയത്തിലായിരുന്നു ആ വാക്കുകൾ പതിച്ചത്. അന്നേവരേക്കും അവന്റെ പിറന്നാൾ അതുപോലെ ആഘോഷിക്കപ്പെട്ടിരുന്നില്ല. ജിയ പറഞ്ഞു, ഇനിയിപ്പോ എന്തിനാ വിഷമിക്കുന്നേ, ദേ മോൻ തന്നെ വന്നല്ലോ. റെൻ അത് കേട്ടതും സന്തോഷിച്ചു. അടുത്ത ദിവസം പതിവ് പോലെ വൂഫാന്റെ ട്രെയിനിങ് വീണ്ടും ആരംഭിച്ചു. ഓടിയോടിയവർ പാർക്കിലെത്തിയപ്പോഴാണ് ഒരു കുട്ടി മുങ്ങിത്താഴുന്നത് വൂഫാൻ കണ്ടത്. കുട്ടിയെ രക്ഷിക്കാൻ വൂഫാൻ അവിടുത്തെ തടാകത്തിലേക്ക് എടുത്തു ചാടി. വൂഫാൻ ചാടിയത് കണ്ടതും പിന്നാലെ വന്ന റെന്നും മകനെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എടുത്തു ചാടി. വൂഫാൻ ഒരു തരത്തിൽ കുട്ടിയെ രക്ഷിച്ച് കരയ്ക്ക് കയറ്റിയപ്പോഴാണ് റെൻ നദിയിൽ ചാടിയ വിവരമറിയുന്നത്. റെന്നിനാണെങ്കിൽ നീന്തൽ പോലും അറിയില്ലായിരുന്നു. അദ്ദേഹം മുങ്ങിത്താണു. ഒരു തരത്തിൽ ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഒടുവിൽ ആശുപത്രിയിൽ എത്തിച്ചു. അധികം വൈകാതെ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞു. ബോധം വന്നയുടൻ റെൻ തന്റെ മകന്റെ പരിശീലനത്തെക്കുറിച്ചും മത്സരത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ അവസ്ഥ വളരെ മോശമായി കഴിഞ്ഞിരുന്നു. സ്വന്തം മകന്റെ പേര് പോലും അദ്ദേഹം മറന്നുപോയി. മുന്നിൽ നിന്നിരുന്ന തന്റെ കൂടെയുള്ളവരെയും വൂഫാനെപ്പോലും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാലും അവർ റെന്നിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഓർമ്മയും ശാരീരിക നിയന്ത്രണവും പോലും നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഡൈനിങ് ഷീറ്റിലുണ്ടായിരുന്ന പഴത്തിന്റെ ചിത്രം കണ്ട് അത് യഥാർത്ഥ പഴമാണെന്ന് കരുതി അദ്ദേഹം ഭക്ഷിക്കാൻ ശ്രമിച്ചു. എന്തിനേറെ മൂത്രമൊഴിക്കുന്ന കാര്യം പോലും മറന്നുപോയി വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു. പക്ഷേ ആ 3 സുഹൃത്തുക്കളും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞില്ല. അവർ അദ്ദേഹത്തെ ചേർത്തു പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹത്തെ പരിപാലിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം റെന്നിന് ഒരു വിസിറ്റിംഗ് കാർഡ് ലഭിച്ചു. റെന്ന് പണ്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്തിരുന്ന സമയത്ത് റെന്നിന്റെ കോച്ചിന്റെ കാർഡായിരുന്നു അത്. റെൻ തന്റെ കോച്ചിനെ കാണാൻ പോയി. ഒരു നഴ്സിംഗ് ഹോമിലായിരുന്നു റെന്നിന്റെ കോച്ച് ഉണ്ടായിരുന്നത്. റെന്നെന്ന് കോച്ചിനെ കണ്ട് കോച്ചിനൊപ്പം കുറച്ചു ദൂരം സഞ്ചരിച്ചു. കോച്ചിനോട് സംസാരിച്ചു. മനസ്സെത്ര ദുർബലമായാലും ധൈര്യം കൈവിടരുത് എന്ന് കോച്ച് അന്ന് റെന്നിനോട് പറഞ്ഞു. റെൻ തന്റെ ഓർമ്മക്കുറവിനെ പറ്റിയുള്ള കാര്യം കോച്ചിനടുക്കലും സൂചിപ്പിച്ചു. പിന്നാലെ റെൻ അവിടെ നിന്ന് മടങ്ങാൻ നിൽക്കുമ്പോഴേക്കും റെന്നിന്റെ കയ്യിലുള്ള ട്രാക്കർ കാരണം റെന്നിനെ ട്രാക്ക് ചെയ്ത് വൂഫാനും മറ്റും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ റെന്നിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചു. പക്ഷേ റെന്നാകട്ടെ അവരാരാണെന്ന് തനിക്കറിയില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടാൻ തുടങ്ങി. വൂഫാൻ, ഞാൻ താങ്കളുടെ മകനാണ് എന്ന് പറഞ്ഞ് റെന്നിനടുത്തെത്തിയതും റെന്നിനെ പെട്ടെന്ന് ബാങ്കിൽ വെച്ചുണ്ടായ ഇൻസിഡന്റ് ഓർമ്മ വന്നു. മകനാണെന്ന് പറഞ്ഞ് പണം തട്ടാൻ നോക്കിയവനല്ലേ ഇവൻ എന്ന മട്ടിലായിരുന്നു റെൻ ചിന്തിച്ചത്. റെൻ അത് അവിടെ വെച്ച് വിളിച്ചു പറയുകയും ചെയ്തു. അത് കേട്ടതും വൂഫാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ 3 സുഹൃത്തുക്കൾ
സുഹൃത്തുക്കളും ഞെട്ടി. വൂഫാൻ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തിരുന്ന കാര്യം അവരൊന്നും അറിഞ്ഞിരുന്നേയില്ല. അവർ വൂഫാനെതിരെ തിരിഞ്ഞു. വൂഫാനും വലിയ ദേഷ്യത്തിലായി. ആ 3 പേർക്കുമെതിരെ തിരിഞ്ഞ് അവർ മൂവരും റെന്നിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം എണ്ണിപ്പറഞ്ഞ് അവർക്കെതിരെയും വൂഫാൻ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നാലെ ദേഷ്യത്തിൽ ഇനി ഞാൻ ഇവിടെ നിൽക്കാനേ പോകുന്നില്ല, എന്നെ നോക്കാൻ വേണ്ട എന്ന് പറഞ്ഞ് വൂഫാൻ അവിടുന്ന് നടന്നു നീങ്ങി. റെന്നിതൊക്കെ കണ്ട് നിൽക്കുകയായിരുന്നു. എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും എന്തോ ഒരു വിഷമത്താൽ അദ്ദേഹം അവിടുന്ന് നടന്നുപോയി. അന്ന് നടന്ന സംഭവം എല്ലാവരെയും വല്ലാതെ ബാധിച്ചിരുന്നു. വൂഫാന്റെ വാക്കുകൾ ജിയയെയും വിഷമിപ്പിച്ചു. ജിയ മെക്കാനിക് ഷോപ്പ് വിൽപ്പനയ്ക്കിട്ടു. യുവാണെങ്കിലോ റെന്നിനെ പറ്റിച്ചുണ്ടാക്കിയ പണമെല്ലാം ഒരു കവറിലിട്ട് റെന്നിനെ തിരികെ കിട്ടുന്ന രീതിയിൽ വീട്ടിൽ വെച്ചു. റെൻ ഇതേ സമയം ആ നഴ്സിംഗ് ഹോമിലായിരുന്നു തുടർന്നിരുന്നത്. തന്റെ മാസ്റ്ററിനെ പരിപാലിച്ച് റെൻ അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷെ അധികം വൈകാതെ റെന്നിന്റെ മാസ്റ്റർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ കാഴ്ച കണ്ട റെൻ അത് സഹിക്കാൻ പറ്റാതെ കുഴഞ്ഞു വീണു. ഉടൻ തന്നെ റെന്നിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ബോധം തെളിഞ്ഞപ്പോ ഒന്നും ഓർമ്മയില്ലാതെ അക്രമാസക്തനായ റെന്നിനെ ഡോക്ടർക്ക് ചങ്ങലയിൽ ബന്ധിക്കേണ്ടി വന്നു. ഒടുവിൽ വിവരമറിഞ്ഞ് യുവും ജിന്നും ജിയും കൂടി ആശുപത്രിയിലെത്തി. കൂട്ടത്തിൽ വൂഫാനും ഉണ്ടായിരുന്നു. റെന്നിനെ വീണ്ടും തിരികെ കൊണ്ടുവന്ന് അവർ 4 പേരും ഒന്നിച്ച് സ്നേഹത്തോടെ നോക്കാൻ തുടങ്ങി. റെന്നിന്റെ സുരക്ഷയോർത്ത് അവർ വീട് പൂർണ്ണമായും സുരക്ഷിതമായ ഇടമാക്കി മാറ്റി. മൂർച്ചയുള്ള സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. അപ്പോഴേക്കും റെന്നിന്റെ ഹൃദ്രോഗവും വർദ്ധിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് റെൻ താഴെ വീണ ഭക്ഷണം എടുക്കാനായി ഒന്ന് കുനിഞ്ഞത്. താഴേക്ക് കുനിഞ്ഞ റെന്നിന്റെ കൈകളിൽ ഒരു പഴയ പെട്ടി തടഞ്ഞു. അതിൽ നിന്ന് ചില പഴയ വീഡിയോ റീലുകൾ പുറത്തു വന്നു. ആ സീഡി കണ്ടതും റെൻ പരിഭ്രാന്തനായി ഇതെറിഞ്ഞുകളായി എന്നൊക്കെ വിളിച്ചലറാൻ തുടങ്ങി. എന്താ കാര്യമെന്ന് വൂഫാനും ജിയക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അവർ ആ സീഡി എടുത്തു മാറ്റി. എന്തായിരിക്കും ഈ സീഡിയിലുണ്ടാവുക എന്ന് ചിന്തിച്ച് അവർ ആ സീഡി ഇട്ട് നോക്കി. അതിലുണ്ടായിരുന്നത് റെന്നിന്റെ യഥാർത്ഥ മകൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻസ് വിജയിച്ചപ്പോൾ എടുത്ത ഫോട്ടോ ആയിരുന്നു. പക്ഷെ ആ ഫോട്ടോയിലുള്ളത് അവൻ 2ാം സ്ഥാനം വിജയിച്ച് സിൽവർ മെഡൽ നേടിയ രീതിയിലാണ്. റെൻ എപ്പോഴും തന്റെ മകൻ ചാമ്പ്യനാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 1ാം സ്ഥാനം മകന് കിട്ടിയിട്ടുണ്ടെന്നും ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് എന്നും അദ്ദേഹം ചിന്തിക്കുന്നത് മിഥ്യാധാരണ മാത്രമാണ് എന്ന കാര്യം വെളിപ്പെടുക കൂടിയായിരുന്നു. നമുക്ക് റെന്നിന്റെ മകനെ അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടുവന്നാലോ എന്ന തരത്തിൽ വൂഫാൻ ചോദിച്ചു. അപ്പോഴാണ് ജിയ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നത്. റെന്നിന്റെ മകൻ റെന്നുമായി വഴക്കിട്ട് വീട് വിട്ട് പോയതായിരുന്നു. പിന്നീട് അവൻ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരപകടത്തിൽ കൊല്ലപ്പെട്ടു. അത് കേട്ടതും വൂഫാൻ സ്തംഭിച്ചു പോയി. പക്ഷെ പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഒരാശയം വന്നു. റെൻ തന്റെ മനസ്സിൽ ഉണ്ടാക്കിയ തന്റെ മകനെ പറ്റിയുള്ള ഈ ഒരു മിഥ്യാധാരണയുടെ ബലത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആ നുണയെ സത്യമാക്കിക്കൂടാ? എല്ലാവരും ചേർന്ന് ഒരു വ്യാജ അന്താരാഷ്ട്ര വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് റെന്നിനായി നടത്താൻ ആസൂത്രണം ചെയ്തു. ഒരു വലിയ ഹാൾ വാടകയ്ക്കെടുക്കുകയും യുവും ജിന്നും ജിയും ചേർന്ന് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു. ആ പ്രദേശം മുഴുവൻ അവർ ക്ഷണക്കത്ത് വിതരണം ചെയ്തു. ആ അന്തരീക്ഷം തികച്ചും അന്താരാഷ്ട്ര തലത്തിലുള്ളതാണെന്ന് തോന്നിപ്പിക്കാൻ ജിയ തന്റെ വിദേശ സുഹൃത്തായ ഡാനിയെയും കൂട്ടുകാരെയും പോലും വിളിച്ചു വരുത്തി. ആ വ്യാജ മത്സരത്തിനായി ഭാരം കുറഞ്ഞ വ്യാജ വെയിറ്റുകളും അവർ തയ്യാറാക്കിയെടുത്തു. അൾഷൈമേഴ്സിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന റെന്നിന്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവന്ന് കുറച്ച് നാളുകൾ കൂടി റെന്നിനെ നല്ല രീതിയിൽ ജീവിപ്പിക്കാനായിരുന്നു വൂഫാനും ആ കൂട്ടുകാരും ചേർന്ന് ആ ശ്രമം നടത്തുന്നത്. തന്റെ മനസ്സിൽ റെന്നുണ്ടാക്കിയ ഒരു കഥയുണ്ടല്ലോ, തന്റെ മകനാണ് ഗോൾഡ് മെഡൽ നേടി ചാമ്പ്യനായെന്ന കഥ. അതവിടെ പുനരാവിഷ്കരിക്കാനും അത് കാണുമ്പോൾ റെന്നിന്റെ മനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാലോ എന്നുമായിരുന്നു വൂഫാനും മറ്റും ചിന്തിച്ചത്. ഒടുവിൽ അവരുടെ പ്ലാനിനനുസരിച്ച് ആ വലിയ ദിവസം വന്നു ചേർന്നു. ആ സെറ്റ് മുഴുവൻ കൃത്യം 1995 വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന വേദി പോലെ അലങ്കരിച്ചിരുന്നു. റെന്നിന് യഥാർത്ഥത്തിൽ കാലത്തിന്റെ ചക്രം തിരിഞ്ഞുപോയതായി തോന്നി. ജിന്നാകട്ടെ അദ്ദേഹത്തിന്റെ പരേതിയായ ഭാര്യയുടെ വസ്ത്രധാരണത്തിലായിരുന്നു എത്തിയത്. റെന്നവളെ തിരിച്ചറിയുകയും ചെയ്തു. വൈകാതെ സ്റ്റേജിലേക്ക് ഓരോരുത്തരായി വ്യാജ അത്ലറ്റുകൾ വരാൻ തുടങ്ങി. ഡാനി ഫ്രാൻസിന്റെ കളിക്കാരനായിട്ടെത്തി. ആ എതിരാളിയുടെ കാലിന് പരിക്കേറ്റിരുന്നു എന്ന കാര്യം റെൻ ഓർത്തു പറഞ്ഞപ്പോ ഡാനി ഉടൻ തന്നെ ഞൊണ്ടി നടക്കാൻ ആരംഭിച്ചു. എല്ലാവരും റെന്നിന്റെ ഓർമ്മകൾക്കനുസരിച്ച് തങ്ങളുടെ അഭിനയശൈലി മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ചൈനയുടെ കളിക്കാരനെന്ന് ജോണിന്റെ പേര് അനൗൺസ്മെന്റ് വന്നത്. റെന്നിന്റെ മകന്റെ പേര്. സ്റ്റേഡിയം മുഴുവൻ കയ്യടി കൊണ്ട് നിറഞ്ഞു. വൂഫാൻ സ്റ്റേജിലേക്ക് ചുവടുവെച്ചു. റെൻ അവനെ പഠിപ്പിച്ച അതേ ടെക്നിക്കുകൾ മുമ്പിൽ വെച്ച് അവൻ ആ ഭാരം ഉയർത്തി. റെന്നിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത് എന്റെ കുട്ടിയാണ്, അദ്ദേഹം സന്തോഷത്തിൽ പറഞ്ഞു. പക്ഷേ ആ മത്സരത്തിനിടയിൽ വ്യാജമായുണ്ടാക്കിയ വെയിറ്റുകൾ തകരാൻ തുടങ്ങിയിരുന്നു. റൗണ്ടുകൾ മുന്നോട്ടു പോയപ്പോ ഒടുവിൽ അവശേഷിച്ചത് യഥാർത്ഥ വെയിറ്റ് മാത്രമായി. വ്യാജ വെയിറ്റുകൾ തകർന്ന് നാമാവശേഷമായിരുന്നു. ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെയൊക്കെ വെയിറ്റ് ലിഫ്റ്റിംഗ് അവസാനിച്ചിരുന്നു. ഇനി ആകെയുള്ളത് വൂഫാന്റെ ഊഴമാണ്. വൂഫാൻ അവരെക്കാളൊക്കെ കൂടുതൽ വെയിറ്റ് എടുത്തുയർത്തണം, 1ാം സ്ഥാനത്ത്
സ്ഥലത്തെത്തണം. പക്ഷേ വ്യാജ വെയിറ്റുകൾ ഇല്ലാതായിരിക്കുന്നു. വൂഫാന് മുമ്പിൽ യഥാർത്ഥ വെയിറ്റ് ഉയർത്തലേ ഇനിയൊരു മാർഗമുള്ളൂ. എന്ത് ചെയ്യുമെന്ന മട്ടിൽ മറ്റുള്ളവർ വൂഫാൻ അടുക്കൽ ചോദിച്ചു. വൂഫാൻ വേദിയിലുണ്ടായിരുന്ന റെന്നിനെ നോക്കി എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ നോക്കടോ, മകൻ വലിയ വിജയിയാകും, ഗോൾഡ് മെഡൽ നേടും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നിരാശനാക്കാൻ പറ്റില്ല. യഥാർത്ഥ വെയിറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അത് സെറ്റ് ചെയ്യ്, ഞാനത് ഉയർത്തിക്കോളാം. പെട്ടെന്നായിരുന്നു റെന്നിന് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങിയത്. പഴയ മുറിവിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിലേക്ക് പടർന്നെത്തിയതും അദ്ദേഹം എഴുന്നേറ്റ് അകത്തേക്കോടാൻ തുടങ്ങി. പ്ലെയേഴ്സ് വരുന്ന ഇടത്തേക്കായിരുന്നു അദ്ദേഹം ഓടിയത്. വൂഫാനെയും താണ്ടി അദ്ദേഹം അകത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ 1995 കാലഘട്ടത്തിലേക്ക് പോയി. അന്ന് മത്സരം നടക്കുമ്പോ അതുപോലെ മത്സരത്തിനായി ഇറങ്ങി വന്ന തന്റെ മകനെടുക്കൽ തന്റെ ഒരു ടെക്നിക്ക് പറഞ്ഞുകൊടുക്കാൻ കോച്ചായ റെൻ ഓടിച്ചെന്നിരുന്നു. തന്റെ മകനെടുക്കൽ കുറെ ട്രിക്സും കാര്യങ്ങളും റെൻ പറഞ്ഞുകൊടുത്തോണ്ടിരുന്നു. ഒരു പ്രശ്നം കണ്ട് സെക്യൂരിറ്റി ഗാർഡുകളും മറ്റും അദ്ദേഹത്തെ തടഞ്ഞ് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. തന്റെ ജർക്ക് ടെക്നിക്ക് ഉപയോഗിക്കാനായിരുന്നു തന്റെ മകൻ ജോങ്ങിനോട് അദ്ദേഹം തുടർച്ചയായി ആവശ്യപ്പെട്ടത്. അന്ന് റെന്നിനെ സെക്യൂരിറ്റിയും മറ്റും പിടിച്ച് പുറത്താക്കി. റെന്നിന്റെ മകൻ വേദിയിലെത്തുകയും വെയിറ്റ് ഒരു തരത്തിൽ ഉയർത്തുകയും ചെയ്തു. പക്ഷേ റെൻ പറഞ്ഞ പോലെ പ്രവർത്തിക്കാത്തതുകൊണ്ട് അവൻ താഴെ വീഴുകയും 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ റെൻ ആകട്ടെ ആ വേദിക്ക് പുറത്ത് തന്റെ മകൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുമെന്നും 1ാം സ്ഥാനം നേടുമെന്നും സ്വപ്നം കണ്ട് നിൽക്കുകയായിരുന്നു. പിന്നീട് തന്റെ മകൻ 2nd സ്ഥാനമാണ് ജയിച്ചതെന്നറിഞ്ഞപ്പോൾ റെന്നിന് വല്ലാതെ ദേഷ്യം വന്നു. റെന്നെന്ന് തന്റെ മകനെ അടിച്ചു. മകന് സങ്കടവും ദേഷ്യവും വന്നു. വേദന സഹിക്കാനായില്ല. കണ്ണീരോടെ അവൻ തന്റെ അച്ഛനോട് പറഞ്ഞു, കുട്ടിക്കാലം മുതല് എന്റെ എല്ലാ സ്വപ്നങ്ങളും വിട്ടെറിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഒടുവിൽ ഞാൻ 2ാം സ്ഥാനവും നേടി. പക്ഷെ നിങ്ങൾക്ക് എന്നിട്ടും ഇതൊന്നും പോരല്ലേ? അതും പറഞ്ഞ് വേദനയിലും ദേഷ്യത്തിലുമായിരുന്നു റെന്നിന്റെ മകൻ അന്ന് അവിടം വിട്ടിറങ്ങിപ്പോയത്, റെന്നിനെ ഉപേക്ഷിച്ചു പോയത്. റെന്നിന്റെ ഭാര്യയും അതെല്ലാം നേരിട്ട് കണ്ട് വല്ലാതെ അന്ന് ഇമോഷണലായി പോയിരുന്നു. ആ ആഘാതത്തിലായിരുന്നു കുറച്ചു നാളുകൾക്കപ്പുറം രോഗിയായി അവരും മരണപ്പെടുന്നത്. പക്ഷേ ആ മത്സരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ റെന്നാകട്ടെ തന്റെ മകന്റെ 2ാം സ്ഥാനം അംഗീകരിക്കാൻ പറ്റാതെ അവന്റെ ഫോട്ടോ മാത്രം വെട്ടിയെടുത്ത് അവൻ 1ാം സ്ഥാനം നേടിയതുപോലെ ഫ്രെയിം ചെയ്ത് തൂക്കി അതിൽ എഴുതുകയും ചെയ്തു. അതുകൊണ്ടായിരുന്നു അവൻ 1ാം സ്ഥാനമാണ് നേടിയിരിക്കുന്നത് എന്ന് റെൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത്. കഥ തിരികെ പ്രസന്റിലേക്ക് വരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ റെന്നിന് വേദന നിറഞ്ഞ ആ ഭൂതകാലം ഓർമ്മ വന്നു. അദ്ദേഹം തിരികെ വേദിയിലേക്കെത്തി. അവിടെ നിന്നിരുന്ന വൂഫാനെ കണ്ടതും തന്റെ മകനെ തന്നെ കാണുന്ന പോലെ റെന്നിന് അനുഭവപ്പെട്ടു. റെന്നെന്ന് വൂഫാനോട് പറഞ്ഞു, മോനെ, നീ ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല, നിനക്ക് പറ്റുന്ന പോലെ നിന്റെ കഴിവിനൊത്ത് മാക്സിമം ചെയ്യ്. അച്ഛൻ നിന്നെ ഒന്നും പറയാൻ പോകുന്നില്ല. റെൻ പിന്നാലെ അവിടുത്തെ കസേരയിലിരുന്നു. വൂഫാൻ വേദിയിലേക്കെത്തി. വെയിറ്റ് ഉയർത്തണം, പക്ഷേ വ്യാജ വെയിറ്റുകളല്ല, യഥാർത്ഥ വെയിറ്റുകളാണ് മുന്നിലുള്ളത്. റെൻ പഠിപ്പിച്ചു കൊടുത്ത ടെക്നിക്കുകളും മറ്റും വൂഫാന്റെ മനസ്സിലുണ്ടായിരുന്നു. വൂഫാൻ റെന്നിന്റെ എല്ലാ ടെക്നിക്കുകളും അതേപോലെ മനസ്സിൽ ആവാഹിച്ച് കരുത്ത് സംഭരിച്ച് ഭാരമേറിയ ആ വെയിറ്റ് ഉയർത്തി. ഹാൾ മുഴുവൻ ആർപ്പുവിളികൾ കൊണ്ട് നിറഞ്ഞു. റെൻ പൊട്ടിക്കരഞ്ഞു. വൂഫാൻ ഒടുവിലത് നേടിയെടുത്തിരിക്കുന്നു. തന്റെ മകൻ 1ാമതെത്തി ചാമ്പ്യനായി എന്ന സന്തോഷം റെന്നിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ വൂഫാൻ തനിക്ക് അണിയിക്കപ്പെട്ട ആ വ്യാജ മെഡലൂരി റെന്നിന്റെ കഴുത്തിൽ അണിയിപ്പിച്ചു. അവർക്കെല്ലാവർക്കും ഒപ്പം നിന്ന് ഒരു ഫോട്ടോയും എടുത്തു. അങ്ങനെയേറെ സന്തോഷത്തിൽ ആ ദിവസമങ്ങ് കടന്നുപോയി. കാലം കടന്നുപോയി. 1 വർഷത്തിന് ശേഷം വൂഫാൻ ഇപ്പോൾ ഒരു പ്രശസ്ത ഓട്ടോമൊബൈൽ കമ്പനിയിൽ മെക്കാനിക്കായി ജോലി ചെയ്യുകയാണ്. അപ്പോഴാണ് ജിന്നിന്റെ ഫോൺ കോൾ വന്നത്. റെൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും അദ്ദേഹത്തിന്റെ വിജനമായ ആ വലിയ വീട്ടിൽ ഒത്തുകൂടി. ജിൻ റെൻ മാറ്റിവെച്ചിരുന്ന ഒരു പെൻഡ്രൈവ് എടുത്തു. അവർക്കുള്ള സന്ദേശം അതിലുണ്ടെന്ന് റെൻ എപ്പോഴോ ജിന്നിനോട് സൂചിപ്പിച്ചിരുന്നു. അവർ അവിടുത്തെ ടിവിയിൽ ആ പെൻഡ്രൈവ് കുത്തി പ്ലേ ചെയ്യിപ്പിച്ചു. വീഡിയോ പ്ലേ ചെയ്തയുടൻ സ്ക്രീനിൽ റെന്നിന്റെ പുഞ്ചിരി തെളിഞ്ഞു വന്നു. അദ്ദേഹം അവരോടായി പറയാൻ തുടങ്ങി, എന്റെ രോഗം ഏറെ വിചിത്രമാണ്. ചിലപ്പോ ചില നിമിഷങ്ങളിൽ എന്റെ മനസ്സ് തികച്ചും ശരിയാകാറുണ്ട്. ആ ബോധമുള്ള സമയത്താ ഞാൻ ഈ സന്തോഷം റെക്കോർഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കതുകൊണ്ട് സംശയമൊന്നും വേണ്ട. അദ്ദേഹം ഓരോരുത്തരെയും ഓർത്തെടുത്തു. ജിയെ കുറിച്ച് പറഞ്ഞു. പാവം പയ്യൻ, മദ്യപിച്ച് വഴിതെറ്റാറുണ്ടെങ്കിലും വളരെ വിശ്വസ്തന. അവനാണ് എന്റെ യഥാർത്ഥ കുടുംബം. പിന്നെ യുവുണ്ടല്ലോ, അവളെനിക്ക് ഒരു
പിതാവിന്റെ ബഹുമാനം നൽകി ഒരു പിതാവിനെ പോലെ സ്നേഹിച്ചു. ഈ ചെറിയ നഗരത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടി സ്വന്തം വീട്ടിലേക്ക് പണമയക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് അവളെ ഓർത്ത് വലിയ അഭിമാനമുണ്ട്. പിന്നെ ജിന്ന്, ഞാൻ ഏകാന്തനായി ഈ നഗരത്തിൽ വന്നപ്പോ ഇവളാ എന്റെ കൈ പിടിച്ചത്. എന്റെ ഏറ്റവും ഇരുണ്ട നാളുകളിൽ കൂട്ടുകാരിയായി കൂടെ കൂടിയത് അവളാണ്. അടുത്തതായി ആ ദൃശ്യത്തിൽ നിറഞ്ഞത് ബൂഫാന്റെ മുഖമായിരുന്നു. ആ സമയം റെന്നിന്റെ ശബ്ദമിടറി. ദാ ഇവനില്ലേ, ഇവൻ എന്റെ പുതിയ വാടകക്കാരനാ. അവൻ എന്റെ മകന്റെ മുഖം മൂടി അണിഞ്ഞു വന്നു. ഈ ക്രൂരമായ ലോകത്ത് നിലനിൽക്കാൻ ഇങ്ങനൊക്കെ ചെയ്തല്ലേ പറ്റൂ. അവനിനിയും ശക്തനാകട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. ഈ 4 പേരുണ്ടല്ലോ, ഇവരാണിപ്പോ എന്റെ കുടുംബം. ഇവരാ എന്നെ നന്നായി നോക്കുന്നത്. ഇവര് 4 പേരും എന്നെ മറക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ അൽഷൈമേഴ്സ് രോഗമുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോ ഞാൻ ഇവരെ തന്നെ അങ്ങ് മറന്നുപോയേക്കാം. അതുകൊണ്ടാ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തു വെക്കുന്നത്. തുടർന്ന് അദ്ദേഹം എന്തോ പറയാൻ വന്നെങ്കിലും പെട്ടെന്ന് അദ്ദേഹം അത് മറന്നുപോയി. അദ്ദേഹം മുഴുവനായും അത് മറന്ന് മറ്റെന്തോ കാര്യങ്ങൾക്കായി മാറി. അത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ആ 4 പേരും പൊട്ടിക്കരയാൻ ആരംഭിച്ചു. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ റെൻ വീഡിയോയിലേക്ക് നോക്കി പറഞ്ഞു, കണ്ടോ, ഞാൻ എന്തോ പറയാൻ വന്നതാ, മറന്നുപോയി. പക്ഷെ സാരമില്ല, എല്ലാവർക്കും ഗുഡ് ബൈ കേട്ടോ. ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. ആ 4 പേരും അത് കണ്ട് മനസ്സുരുകി കരഞ്ഞു. റെന്നവർക്ക് എത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു. റെന്നിനും അവർ എത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു എന്നവിടെ വെച്ച് വ്യക്തമാകുന്നുണ്ട്. കഥയുടെ അവസാനം ആ നഗരത്തിലെ ഏറ്റവും മനോഹരവും ശാന്തവുമായ ഒരു സെമിത്തേരിയിലേക്ക് തിരിയുന്നു. അവിടെ വൃദ്ധനായ റെന്നിനെ അടക്കം ചെയ്തിട്ടുണ്ട്. കൃത്യം ആ തണലിൽ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെ വൂഫാന്റെ മുത്തശ്ശിയുടെ കല്ലറയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അവരെല്ലാവരും അവിടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആ സമയം കഥ ഒരു ദൃശ്യത്തിലേക്ക് കൂടി പോവുകയാണ്. വൂഫാൻ ആദ്യമായി ടൗണിലേക്ക് വന്ന ദിവസം, അന്നവന്റെ സൈക്കിൾ ഒരു ബൈക്കുകാരനുമായി ഇടിക്കാൻ പോയി അവൻ താഴെ വീഴാൻ പോയ ഒരു സാഹചര്യമുണ്ടായല്ലോ. അന്നവിടെ യഥാർത്ഥത്തിൽ റെന്നും ഉണ്ടായിരുന്നു. റെൻ താഴെ വീണിരുന്നു. താഴെ വീണ് എഴുന്നേറ്റ് റെൻ നോക്കുമ്പോ വൂഫാൻ പോകുന്ന കണ്ടു. അന്നേ റെന്നിന് വൂഫാനെ കണ്ടപ്പോ തന്റെ മകനെ പോലായിരുന്നു തോന്നിയത്. കഥാവസാനത്തിൽ മറ്റൊരു ലോകത്ത് റെൻ അതേ ടണലിൽ വെച്ച് തന്റെ മകനെ നോക്കിക്കാണുന്ന പോലെയുള്ള ഒരു ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു സിനിമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.